ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ ദൈവം തന്ന ആരോഗ്യത്തോടെ ഒരു പകൽക്കാലം കൂടെ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ദൈവത്തിൻ്റെ കരുതലും സൂക്ഷിപ്പുകളും അനുഭവിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജോലി മേഖലകളിൽ പോയ വഴികളിലൊക്കെ കർത്താവ് നമ്മെ കരുതിയല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിച്ചല്ലോ. ജയോത്സവമായി നമ്മെ നടത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുവാൻ വിലപ്പെട്ട ഒരു പകൽക്കാലം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം. എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ അല്പനിമിഷങ്ങൾ വചനത്തിന് മുൻപിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദൈവിക വചന ധ്യാനത്തിനായി തെരഞ്ഞെടുത്ത ഭാഗം ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. നമുക്ക് ആ വേദഭാഗം തുറക്കാം. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 8. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കും. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 8 വേഴ്സസ് 2 to 5. 2 മുതൽ 5 വരെയുള്ള വാക്യം. നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് അറിഞ്ഞിട്ടില്ലാത്ത ജീർണിച്ചു പോയില്ല, വീങ്ങിയതുമില്ല. പ്രധാനമായി 5-ാം വാക്യത്തിൽ നിന്നാണ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. 5-ാം വാക്യം ഒന്നും കൂടെ വായിച്ച് സഹായിക്കുമല്ലോ. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് വളരെ അർത്ഥവത്തായ പദങ്ങൾ ഉൾപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് ഇന്ന് പകൽ ചിന്തയ്ക്കായി വായിച്ച് കേട്ടത്. നിങ്ങളെല്ലാവരും കർത്താവിൽ ബലപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ദൈവിക സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ വചനത്തിൻ്റെ വാതിലുകൾ ഇന്ന് പകൽ കർത്താവ് നമുക്കായി. മോളെ എവിടെ ഇരുന്ന്? ഓക്കെ, വാഷ്റൂമിൽ പോകണോ? ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നേ, ഇങ്ങനെ വന്നിരി, വാ, ഓടി വാ, ഓടി വാ. നീ കുഞ്ഞുങ്ങളൊന്നും എണ്ണീറ്റ് പോലെ കേട്ടോ, വാഷ്റൂമിൽ പോകാനല്ലാതെ. ഓക്കെ, എന്ത് ചെയ്യേ? ഗുഡ്. വളരെ അർത്ഥവത്തായ ചിന്തകൾ ഉൾപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തയ്ക്കായി വായിച്ചത്. ദൈവം 40 വർഷം മരുഭൂമിയിൽ ദൈവജനത്തെ നടത്തിയ വിധങ്ങൾ ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് മോശ എന്ന ദൈവ മനുഷ്യനിലൂടെ ജനത്തോട് ദൈവം സംസാരിക്കുക. ഈ പുസ്തകത്തെ ആവർത്തന പുസ്തകം എന്ന് എഴുതാൻ കാര്യം ഇതിനകത്ത് പുതുമയുള്ളതൊന്നുമില്ല. മറിച്ച് പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും സംഖ്യാ പുസ്തകത്തിലും മോശയിലൂടെ ജനത്തോട് അറിയിച്ച ദൈവത്തിൻ്റെ ആലോചനകൾ ആവർത്തിച്ച് ജനത്തോട് സംസാരിക്കുക. അതുകൊണ്ടാണ് പുതുമയായിട്ടൊന്നുമില്ല, മറിച്ച് അവരെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. ഓർപ്പിച്ചുണർത്താൻ കാര്യം പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. നമുക്കെല്ലാവർക്കും മറവി പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ പണ്ട് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിച്ചോർപ്പിച്ച് അവരെ ബലപ്പെടുത്തുവാൻ മോശയിലൂടെ ദൈവം ആഗ്രഹിക്കുക. ഈ ആവർത്തന പുസ്തകം കഴിയുമ്പോൾ ചരിത്രപരമായൊരു സംഭവം ജനത്തിനിടയിൽ നടക്കാൻ പോകുകയാണ്. 40 വർഷം മുൻപ് ദൈവം ജനത്തോട് പ്രോമിസ് ചെയ്ത, ദൈവം തൻ്റെ ജനത്തോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത കനാനിലേക്ക് ദൈവജനം പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ഒരു വലിയ കാലത്തെ നീണ്ട കാത്തിരിപ്പുകൾക്ക് അറുതി വരുത്തി അവരെന്തിനു വേണ്ടിയാണോ ഇറങ്ങിയത് ആ വാഗ്ദത്ത കനാനിലേക്ക് ജനം പ്രവേശിക്കാൻ തുടങ്ങിയാണ്. 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോഴും ഈ ജനത്തിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ നാളെ അവർ കാൽ ചവിട്ടാൻ പോകുന്ന വാഗ്ദത്ത കനാനാണ്.
അത് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതാണ്. വാഗ്ദത്ത കനാനെ കുറിച്ച് പറയുമ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശമെന്നും കിണറുകളുള്ള ദേശമെന്നും സുഭിക്ഷമുള്ള ദേശമെന്നും സമൃദ്ധിയുള്ള ദേശമെന്നുമൊക്കെയാണ് ആവർത്തന പുസ്തകത്തിൽ ആ വേദഭാഗത്തെക്കുറിച്ച് ആ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. വളരെ സമൃദ്ധിയുള്ള, നന്മയുള്ള, ജനം അധ്വാനിച്ചിട്ടില്ലാത്ത ദൈവിക നന്മകൾ അവർ സ്വായത്തമാക്കാൻ പോകുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത കനാനായിരുന്നു ഈ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യം. ഇസ്രായേൽ ജനം പുതിയ നിയമസഭയ്ക്ക് ഒരു നിഴലായി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ എക്സ്പയറി ഡേറ്റ് എന്നാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ എക്സ്പയറി ഡേറ്റിന് അപ്പുറത്തൊരു വാഗ്ദത്ത കനാൻ പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് പാലും തേനും ഒഴുകുന്ന ദേശമല്ല, അത് ഉറവകളുള്ള ദേശമല്ല, അത് സമൃദ്ധിയുള്ള ദേശമല്ല, വെളിച്ചമുള്ള കുഞ്ഞാടതിൻ്റെ വിളക്കെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ദൈവത്തിന് സ്തോത്രം ശ്രേഷ്ഠമായ പുതിയ യെരൂശലേം ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കാൻ തുടങ്ങുകയാണ്. ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നാളുകളിൽ വെളിപ്പെടാൻ പോകുന്ന വാഗ്ദത്ത കനാനാണ്. നമുക്ക് ദൈവം ഒരുക്കുന്ന ഒരു ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീതിയുള്ള, നീളമുള്ള, ഉയരമുള്ള, ആഴമുള്ള, ദൈവത്തിന് സ്തോത്രം, തങ്ക തെരുതി വീതികളുള്ള, സ്ഥായിലുള്ള വിളക്കുകളുള്ള, മതിലുകളുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട പട്ടണം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ നിങ്ങളെയും എൻ്റെ അടുക്കൽ വന്ന് ചേർത്ത് കൊള്ളുക. അതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വലിയ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ വിശ്വാസിയുടെ കല്ലും ദൈവസഭയോട് ചേർത്ത് പണിയപ്പെടുമ്പോൾ ആ പണി പൂർത്തീകരിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അതിനപ്പുറത്ത് വെളിപ്പെടാൻ പോകുന്നത് കാഹളനാദമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ പ്രത്യാശ ഉള്ളിലുണ്ട്? ആ പ്രത്യാശയാണ് ഒരു ദൈവപൈതലിനെ ചലിപ്പിക്കേണ്ടത്. നാളെ വെളിപ്പെടാൻ പോകുന്ന വാഗ്ദത്ത കനാൻ ഒരു ദൈവപൈതലിന് ദൈവം ഒരുക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അത് നമ്മുടെ പ്രത്യാശയാണ്, അത് നമ്മുടെ ഉത്സാഹമാണ്, അത് നമ്മുടെ ഹൃദയ തുടിപ്പാണ്, അത് നമ്മുടെ ആവേശമാണ്. ദൈവത്തിന് സ്തോത്രം. നാളെ വെളിപ്പെടാൻ പോകുന്ന പുതിയ യെരൂശലേം എന്ന പ്രഖ്യാപനം ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ ഒരു ദൈവപൈതലിന്റെ സന്തോഷം അവിടെയുള്ള വിളക്കുകളോ, അവിടെയുള്ള മതിലുകളോ, അവിടെയുള്ള തങ്ക തെരുവീതികളോ, നമുക്ക് ലഭിക്കാൻ പോകുന്ന ദൈവിക നന്മകളോ അല്ല, മറിച്ച് അതിനകത്ത് വെളിപ്പെടുന്ന ഒരു തേജസ്സുണ്ട്. നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന, ദൈവത്തിന് സ്തോത്രം, ഏറെ നാളായി കാണാൻ ആഗ്രഹിച്ച ഒരു കാന്തനെ അവിടെ നമ്മൾ കാണുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്, ഒരു വലിയ പ്രത്യാശയാണ് ഒരു ദൈവപൈതലിന് സന്തോഷം നൽകുന്നത്. ഇന്ന് പകലും ആ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ശോഭയേറും നോർനാടുണ്ടത് കാണാമേ ദൂരവിശ്വാസത്താൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ വേഗം നാം ചേർന്നിടും ഭംഗിയെ റിയാത്തി. ആമേൻ. വേഗം നാം ചേർന്നിടും ഭംഗിയെ റിയാത്തി. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോധനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാൽമാക്കൾ. അതുകൊണ്ട് വേഗം വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ഈ പാട്ടുകാരന്റെ മനസ്സിലെ പ്രത്യാശ വർദ്ധിച്ചു വന്നപ്പോൾ
ആ നാടിനെ ആത്മാവിൽ കാണുകയാണ്. ശോഭയേറുന്നൊരു നാട്, കാണമേ ദൂര വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ഈ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ത്യാഗം സഹിച്ച, കഷ്ടതയിലൂടെ കടന്നുപോയൊരു ദൈവമനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ പൗലോസ് എന്ന് തന്നെ നമുക്ക് പറയാം. വളരെയധികം വേദനകളിലൂടെ, മുറിപ്പാടുകളിലൂടെ, ശാരീരിക ക്ലേശങ്ങളിലൂടെ, മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയൊരു ദൈവമനുഷ്യൻ. പക്ഷേ ഈ ദൈവമനുഷ്യൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം എഴുതുമ്പോൾ നാളെ വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് ആത്മാവിൽ പറയുകയാണ്. 12-ാം അധ്യായം മുഴുവൻ ആ വെളിപ്പാടുകൾ, ഈ വെളിപ്പാടുകൾ ദൈവസഭയ്ക്ക് കൈമാറുമ്പോൾ പൗലോസ് പറയുക, ഞാനൊരു മനുഷ്യനെ അറിയുന്നു, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ശരീരത്തോടെയാണോ അല്ലാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷേ ആ സ്വർഗീയ തേജസ്സിന്റെ ബഹുസ്ഫുരണങ്ങൾ താൻ വെളിപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറയുക, അവിടെ ഞാൻ അറിയാത്ത ഭാഷ കേട്ടു, അവിടെ ഞാൻ അറിയാത്ത ഒരു തേജസ് കണ്ടു. ദൈവത്തിന് സ്തോത്രം. 3-ാം സ്വർഗത്തോളം എന്നെ എന്ത് ചെയ്തു? ദൈവം എടുത്തു കൊണ്ടുപോകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. 3 സ്വർഗങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് 1-ാമത്തെ വാക്യം എബ്രായ ഭാഷയിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് പദത്തിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. 3 സ്വർഗങ്ങളുണ്ട്, 3 ആകാശമണ്ഡലങ്ങളുണ്ട്. 1-ാമത്തെ ആകാശമണ്ഡലം എന്ന് പറയുന്നത് മേഘമണ്ഡലമാണ്, ദ ക്ലൗഡ്സ്. അതാണ് 1-ാമത്തെ ഹെവൻ എന്ന് പറയുന്നത്. ദർ ആർ 3 ഹെവൻസ്. ഓക്കെ, 3 സ്വർഗങ്ങളുണ്ട്. 1-ാമത്തെ മേഘമണ്ഡലം എന്ന് പറയുന്നത് ദ ക്ലൗഡ്സ്, മേഘമണ്ഡലം. ഏകദേശം 15 മുതൽ 35 കിലോമീറ്റർ വരെ നീണ്ടു നിൽക്കുന്ന മേഘമണ്ഡലം. അവിടെയാണ് കർത്താവ് നമ്മെ എതിരേൽക്കാൻ വരുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവത്തിൻ്റെ ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് ഇറങ്ങി വരുന്ന പ്രക്രിയയെക്കുറിച്ച് പറയുന്നത്, ദൈവസഭ മേഘങ്ങളിൽ എടുക്കപ്പെടും. എല്ലാവരും ഇവിടെ ഉണ്ടോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഹെവൻ. 1-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് മേഘമണ്ഡലമാണ്. ഒരു ചിറകില്ലാതെ ദൈവത്തിന് സ്തോത്രം സ്വർഗീയ ശരീരം ധരിച്ചുകൊണ്ട് ഒരു പക്ഷിയേക്കാൾ വേഗതയിൽ ദൈവത്തിന് സ്തോത്രം പറന്നു പോകുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടോ? സൈമൺ സാർ അതിനെക്കുറിച്ച് പറയുന്നത് 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പറന്നു പോകുന്ന ഒരു പ്രത്യാശയുള്ള തേജസ്സുള്ള ശരീരമാണ്. രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, ക്ഷീണമില്ലാത്ത, മന്ദതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു ശരീരം ദൈവം നമുക്ക് എന്ത് ചെയ്യാൻ പോകുകയാ? ഹല്ലേലൂയ, രക്തത്താൽ ജയം. ഇവിടെ കറുത്തവരുണ്ട്, ഇവിടെ വെളുത്തവരുണ്ട്, മിക്സഡ് ഗ്രൂപ്പ് ഉണ്ട്, ബ്രൗൺ സ്കിൻ ഉള്ളവരുണ്ട്. പക്ഷെ അവിടെ ഇതൊന്നുമില്ല. അവിടെ തേജസ്സാണ് നമ്മുടെ ശരീരത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യൗവന ശരീരത്തോടെ ഈ ദൈവത്തിന് സ്തോത്രം. പുനരുദ്ധാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഏകദേശം 33 വയസ്സുള്ള ഒരു യൗവനക്കാരത്തിയുടെ പുനരുദ്ധാന ശരീരത്തോടെയാ ഒരു ദൈവപൈതൽ ആകാശ മണ്ഡലങ്ങളിലേക്ക് പറന്നുയരാൻ പോകുന്നത്. അത് എത്ര പ്രത്യാശ നൽകുന്ന വാക്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 1-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് മേഘമണ്ഡലമാണ്. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലങ്ങളാണ്. നമ്മുടെ കൊച്ചു ക്ലാസ്സുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കോൺസ്റ്റലേഷൻസ് എന്നും ഗാലക്സികളെന്നും മിൽക്കി വേ എന്നും അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളവരുടെ കൊച്ചു ക്ലാസ്സുകൾ പഠിക്കുന്ന നക്ഷത്രമണ്ഡലങ്ങൾ. കോടി നക്ഷത്രങ്ങളെ ദൈവം വാനിൽ ചിതറിച്ചു വെച്ചിരിക്കുക. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇന്നും സയൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ വ്യാപ്തി എത്ര വലുതാ, അതിൻ്റെ നീളം എത്ര വലുതാ, അതിൻ്റെ അഗാധത്വം എത്ര വലുതാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? 2018 ഒരു മലേഷ്യൻ എയർവേസിന്റെ ഫ്ലൈറ്റ് ഈ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് റഡാറിൽ നിന്ന് കാണാതായത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, 5 ലോകശക്തികളുടെ ദൈവത്തിന് സ്തോത്രം നേവി ഏകദേശം 3 മാസം കടല് അരിച്ചു പെറുക്കിയിട്ടും ആ ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരു കൊച്ചു സമുദ്രത്തിനകത്ത് വീണ ഫ്ലൈറ്റ് 3 മാസങ്ങൾ ലോകത്തിലെ വൻ ശക്തികളുടെ ഏറ്റവും ടെക്നോളജിയുള്ള നേവി അരിച്ചു പെറുക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ദൈവത്തിന്റെ അഗാധത്വം നിങ്ങൾക്ക് ഗ്രഹിക്കാമോ? ദൈവത്തിന്റെ ആഴം നിങ്ങൾക്ക് ഗ്രഹിക്കാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തേജസ്സും അതിന്റെ പൂർണ്ണതയും നിങ്ങൾക്ക് ഗ്രഹിക്കാമോ? 1000 കോൺസ്റ്റലേഷനുകളെ, മിൽക്കി വേകളെ, നക്ഷത്ര മണ്ഡലങ്ങളെ ആകാശത്തിൽ വിതറിയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. ഈ നക്ഷത്ര മണ്ഡലങ്ങളെ കടന്ന നൊടിയിടയിൽ നമ്മൾ പറന്നുയരാൻ പോകുന്നത്. ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ?
നമ്മൾ നാട്ടിൽ പോകാൻ ഫ്ലൈറ്റിൽ എത്ര മണിക്കൂർ ഇരിക്കും? ഏകദേശം ഒരു 3.5-4 മണിക്കൂർ ഇരിക്കും അല്ലേ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ യാത്രകളൊക്കെ ഇച്ചിരി കൂടെ കഠിനമാണ്. 14 മണിക്കൂർ, 15 മണിക്കൂർ, 16 മണിക്കൂർ. നമ്മളൊരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ നമ്മൾ ക്ഷീണിച്ചു പോകും. ഒരു 8 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കാല് പിന്നെ ജീവനുള്ളതായി നമുക്ക് എന്ത് ചെയ്യത്തില്ല, തോന്നത്തില്ല. 16 മണിക്കൂറത്തെ യാത്രയൊക്കെ വളരെ ശ്രമകരമാണ്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, കോടി കോടി നക്ഷത്രങ്ങൾക്ക് അപ്പുറത്തുള്ള സ്വർഗത്തെ ആസ്പദമാക്കി സെക്കൻഡുകൾക്കകം പറന്നുയരാൻ പോകുന്ന ശരീരം നമ്മൾ പ്രാപിക്കുമെന്ന് പറയുമ്പം സന്തോഷമുണ്ടോ? 70-80 നീണ്ട കൊച്ചായുസിനകത്ത് തീരുന്നതല്ല നമ്മുടെ ജീവിതം. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി നിത്യ തേജസ്സിന്റെ ഘനമായി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? പ്രിയരെ, നമ്മുടെ പ്രത്യാശ ഈ ആയുസിലല്ല. നമ്മുടെ പ്രത്യാശ ഈ ആയുസിൽ അവസാനിക്കുന്നതല്ല. ഈ കോടി കോടി ഗോളങ്ങളെ താണ്ടി അധികം വൈകാതെ ആകാശ മേഘങ്ങളെ ലക്ഷ്യമാക്കി നക്ഷത്ര മണ്ഡലങ്ങളെ കടന്ന് ഒരു ദൈവവേദൽ പറന്നുയരുന്ന രക്തത്താൽ ജയമെടുക്കുക. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക. രണ്ടാമത്തെ സ്വർഗമെന്ന് പറയുന്നത്, സെക്കൻഡ് ഹെവൻ എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, മിൽക്കി വേകളാ, കോൺസ്റ്റലേഷൻസാ, ഗാലക്സീസാ. എന്നാൽ മൂന്നാമതൊരു സ്വർഗമുണ്ട്. അത് പൗലോസാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ദൈവം വസിക്കുന്ന തേജസ്സുള്ള, ഹല്ലേലൂയ, കുഞ്ഞാടതിൻ്റെ വിളക്കെന്ന് സ്വർഗം വെളിപ്പെടുത്തുന്ന, സ്വർഗത്തിൻ്റെ സിംഹാസനമിട്ട് നീതിയുള്ള ന്യായാധിപതി ഒരു ദൈവം സകലത്തെയും വിധിക്കുന്ന, ഹല്ലേലൂയ, മൂന്നാം സ്വർഗത്തോളം പൗലോസ് അതിന് കൊടുത്ത പേര് പാരഡൈസ്, പറുദീസ എന്നാണ്. ഹല്ലേലൂയ. ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ. അപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ എവിടെ പോകുന്നേ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ആ സ്ഥലത്തെ പൗലോസ് വിളിച്ച പേര് മൂന്നാം സ്വർഗമെന്ന, പാരഡൈസ് എന്ന. ദൈവത്തിൻ്റെ തേജസ് വസിക്കും. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവാസം പ്രസംഗിച്ച് പറഞ്ഞു, എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണ്, എല്ലാവർക്കും. പക്ഷെ ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല. സത്യമല്ലേ? എനിക്കും യാഥാർത്ഥ്യമാണെന്ന് തോന്നി. എവ്രിവൺ വാണ്ട്സ് ടു ഗോ ടു ഹെവൻ, ബട്ട് നോ വൺ വാണ്ട്സ് ടു ഡൈ. ആർക്കും മരിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ മരിക്കാതെ എങ്ങോട്ട് പോകാൻ പറ്റില്ല. സന്തോഷമുണ്ടോ? അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എല്ലാവരും കൈവക്കി. രണ്ടാമത് ചോദിച്ചു, മരിക്കാൻ ആഗ്രഹമുള്ള ആരും കൈവക്കിയില്ല. കാരണം ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ത്? പക്ഷെ മരണമില്ലാതെ എങ്ങോട്ട് പോകാൻ പറ്റില്ല? സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെയാണ് കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന ആകാശ മേഘങ്ങൾ കർത്താവിനോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് സഭയുടെ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ മൂന്നാം സ്വർഗം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എ തേർഡ് ഹെവൻ. അതാണ് ദൈവം വസിക്കുന്ന സ്ഥലം എന്നുള്ളത്. നമ്മൾ മരിച്ചു കഴിയുമ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? സ്തോത്രം, പാരഡൈസിലേക്ക്. ഈ ദൈവത്തിൻ്റെ മൂന്നാം സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് സ്തേഫാനോസിൻ്റെ മരണത്തിൽ നമ്മൾ കാണുന്നത്. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും. ആരെ സ്വീകരിക്കാനെന്നറിയാമോ? രക്തത്താൽ ജയമെടുക്കുക. ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ ആഘോഷം എന്താണെന്നറിയാമോ? ഒരു ഭക്തൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതാണ്. അവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രേഷൻ, അവിടുത്തെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത്, തൻ്റെ നാമത്തിന് വേണ്ടി വില കൊടുത്ത, ത്യാഗം സഹിച്ച ഒരു തലമുറയെ എതിരേൽപ്പാൻ, ഹല്ലേലൂയ, സ്വർഗാദി സ്വർഗങ്ങളിൽ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുകയാ? ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയാ. അവിടെ വെളിപ്പെടുന്നൊരു ശബ്ദമുണ്ട്, ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദമാ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു ശബ്ദമാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക. ഞാൻ എടുത്ത മെസ്സേജ് വേറെ ഒന്നാ, പക്ഷേ റൂട്ട് മാറി മെസ്സേജ് അങ്ങ് പോവാ. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എടുത്ത വാക്യമൊന്നും പറഞ്ഞില്ലേലും റൂട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങ് മാറ്റി കൊണ്ടുപോവുക. ആ പ്രത്യാശ കൊണ്ട് ഇന്ന് പകൽ ദൈവം നിങ്ങളെ നിറയ്ക്കണം. ഹല്ലേലൂയ. രക്തത്താൽ ഈ പ്രത്യാശ അകത്ത് കയറിയാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമല്ലെന്നും, ഇത് താൽക്കാലികമായൊരു ജീവിതമാണെന്നും, ഇതെല്ലാം മാറുമെന്നും, നമ്മുടെ ശരീരത്തെ നോക്കിയൊന്ന് പറഞ്ഞ് ചുളിഞ്ഞതും ചുക്കിയതും എല്ലാം മാറും പറഞ്ഞ് സ്വയം നോക്കി, കണ്ണാടി നോക്കി നാളെ രാവിലെ പറയണം, ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം ഇവിടെ അഴിഞ്ഞു പോകുന്നതാ. ഹല്ലേലൂയ. ഇത് നിലനിൽക്കുന്നതല്ല. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക. ഇവിടുത്തെ കഷ്ടങ്ങളൊക്കെ താൽക്കാലികമാണ്, ഇവിടുത്തെ കണ്ണുനീരൊക്കെ താൽക്കാലികം, ഇവിടുത്തെ രോഗങ്ങളെല്ലാം താൽക്കാലികമാണ്. പക്ഷെ ഇതിനപ്പുറത്തൊരു തേജസ് നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്?
പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കുകിൽ നിത്യതുറമുഖത്തെത്തും ഞാൻ. പാഴ്മരുഭൂമിയിൽ നിത്യതുറമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ സ്വർഗകൊട്ടാരത്തിൽ. വിശ്രമിച്ചിടും ഞാൻ സ്വർഗകൊട്ടാരത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ. കാന്തനെ കാണുവാനർത്തി വളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനർത്തി വളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. വന്നിടാമെന്നൂരാ കണ്ടാലും വേഗം ഞാൻ. വന്നിടാമെന്നൂരാ ചെയ്ത പ്രിയൻ വരും നിശ്ചയം. ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാനർത്തി വളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. പ്രിയരെ, എത്ര പേരുടെ ഹൃദയത്തിൽ ആ പ്രത്യാശ ഇന്ന് പകൽ നിറയുന്നുണ്ട്? ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വചനമൊക്കെ കേട്ട് ആത്മാവിലൊന്ന് ബലപ്പെടുന്നത് നല്ലതാ. ഇടയ്ക്കെങ്കിലും ഇങ്ങനെയുള്ള പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഈ മരിച്ചു കഴിഞ്ഞ് പാടേണ്ട പാട്ടൊന്നുമല്ല സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര. ഇത് ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവിൽ പാടി അന്യഭാഷകൾ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആ പ്രത്യാശ കൊണ്ട് നിറയപ്പെട്ട്. അയ്യോ, നാഗൽ സാഹിബൊക്കെ എഴുതി എത്രയോ മനോഹരമായ ഒരു ഗാനമാണ്. പക്ഷെ ഇപ്പം മരിച്ച വീടുകളിൽ ഇതൊക്കെ പാടത്തുള്ളൂ. നാഗൽ സാഹിബ് ആത്മാവിലായ പാട്ടാ. സ്തോത്രം ചെയ്യുക. എന്നെ എതിരേൽപ്പാൻ ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ. നമുക്കൊരു വാഗ്ദത്ത കനാനുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ ഇവിടെ ഇട്ടു പോകുന്നതാണ്. ഇതെല്ലാം ഇവിടെ അവസാനിക്കുന്നതാണ്. പക്ഷെ നിലനിൽക്കുന്ന ഒരു നഗരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അപ്പൊ മൂന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത്, തേർഡ് ഹെവൻ എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന, ദൈവത്തിൻ്റെ തേജസ്സുള്ള സ്ഥലമാണ്. അതാണ് മൂന്നാം സ്വർഗം എന്നുള്ളത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് പോകുന്നത് മൂന്നാം സ്വർഗത്തിലേക്കാണ്. അവിടെയാണ് നമുക്ക് വിശ്രമമുള്ളത്. പ്രിയ ദൈവമക്കൾ ഓർത്തോണ്ട്, ഇവിടെ നമുക്ക് റെസ്റ്റ് ഒന്നുമില്ല. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇവിടെ നമ്മളങ്ങ് ഓടുക, എന്തിൻ്റെയൊക്കെയോ വേണ്ടി ഓടുകയാ. അല്ലെങ്കിൽ ആരൊക്കെയോ നമ്മളെ ഓടിക്കുക. ഓടിയേ പറ്റൂ, നമുക്ക് വേറെ മാർഗമില്ല. എല്ലാവരും ഇവിടെ ഉണ്ടോ? സ്തോത്രം. ഇവിടെ നമുക്ക് വേണ്ട റെസ്റ്റ് ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടത്തുള്ളൂ. ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ അവിടെ ഇതിനെല്ലാം ദൈവം പരിഹാരം വരുത്തുക. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ആ മറഞ്ഞിരിക്കുന്ന പ്രത്യാശ എത്ര വലിയതാ. മറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തെ വചനം വിളിക്കുന്ന പേരാണ് 7 വർഷം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യാഴവട്ടമെന്നും ഒരാഴ്ചവട്ടമെന്നും ബൈബിളിൽ കാണുന്ന, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്ന, വെളിപ്പാടിൽ കാണുന്ന ഒരു ആഴ്ചവട്ടം. ഏകദേശം 7 വർഷം നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ എന്ത് ചെയ്യും? മറഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ 7 വർഷത്തെ കാലഘട്ടത്തിലാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. എതിർ ക്രിസ്തുവിന്റെ ഭരണം, ഒരു ലോക ഗവൺമെന്റ് ഈ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഒരു എതിർ ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുവാൻ രംഗത്തേക്ക് പൊതുപ്രവേശനം ചെയ്യുന്ന ഒരു കാലഘട്ടം ആ 7 വർഷമാണ്. പക്ഷേ ആ കാലഘട്ടം സഭ ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ, മൂന്നാം സ്വർഗത്തിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. തൻ്റെ കുറുപ്രാവിനെ ഒരിക്കലും ദൈവം ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വരാൻ പോകുന്ന പീഡയിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കും. അത് യഹൂദൻ്റെ കഷ്ടകാലമാണ്. ദൈവത്തിന് സ്തോത്രം. 7 വർഷം അടക്കി ഈ ഭൂമിയെ എതിർ ക്രിസ്തു ഭരിക്കാൻ പോകുക. പക്ഷേ ആ എതിർ ക്രിസ്തു 7 വർഷം ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ലോക ഗവൺമെൻറ് ഒരൊറ്റ മനുഷ്യൻ്റെ കീഴിൽ അധികം വൈകാതെ വരാൻ പോകുക. ആ കാലഘട്ടത്തിൽ ആ ചിപ്പ് കൊണ്ട് സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഭരണകാലഘട്ടം. മുദ്ര ഏൽക്കുന്ന സകലരും മുദ്ര ഏൽക്കുന്ന ഒരു കാലഘട്ടം. ആ മുദ്രയുടെ പേര് 666. മുദ്ര ഏൽക്കാത്ത ഒരു വ്യക്തിക്ക് വിൽക്കാനോ വാങ്ങാനോ ക്രയവിക്രയം നടത്താനോ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങിയാണ്. ചിപ്പ് കൊണ്ട് ഈ ഭൂമിയെ, ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിൽ അധികം വൈകാതെ സംഭവിക്കാൻ പോകുകയാണ്. ഈ പാസ്പോർട്ടൊന്നും ഇനി അധികം കാണത്തില്ല. നമ്മുടെ കാർഡുകളൊന്നും ഇനി അധികം കാലം കാണത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചിപ്പുകൾ കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന, ആ ചിപ്പ് ഏൽക്കാത്ത ഒരു വ്യക്തിക്ക്
വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ സംഭവിക്കാൻ തുടങ്ങിയ. നമുക്കിത് പറയുമ്പോൾ അത് ഈസിയായി മനസ്സിലാകും. നമ്മുടെ പിതാക്കന്മാർക്ക് അത് അറിയില്ല. അവർ വിചാരിച്ചത് ഒരുപക്ഷെ ദീർഘനാളുകൾക്ക് ശേഷം അത് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് പുത്തരിയല്ല, ഇതൊരു പുതിയ കാര്യമല്ല. അധികം വൈകാതെ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു ലോകശക്തി ഇവിടെ ഉയരാൻ പോകുക. പക്ഷെ ഒരു പ്രത്യാശയുണ്ട്, അത് സംഭവിക്കുന്നതിന് മുൻപ് വീണ്ടെടുപ്പ് നടക്കും. അത് സംഭവിക്കുന്നതിന് മുൻപ് കാഹളം ധ്വനിക്കും. അത് സംഭവിക്കുന്നതിന് മുൻപ് സഭ മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് സംഭവിക്കുന്നതിന് മുൻപ് പുനരുത്ഥാനം സംഭവിക്കും. ഹല്ലേലൂയ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാവിലെ ഈ മെസ്സേജ് ഞാൻ കൈമാറുമ്പോൾ രക്ഷയാണ് ഏറ്റവും വലിയ ഭാഗ്യം. യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചത് ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് ഏറ്റവും വലിയ പദവി എന്നുള്ളത്. ഈ ലോകത്തിലെ തിരക്കുകൾക്കകത്ത് ദൈവത്തെ മറക്കല്ലേ. ഈ ലോകത്തിന്റെ പിന്നിൽ എന്തിനൊക്കെ ഓടുമ്പോൾ ദൈവത്തെ മറക്കല്ലേ, ദൈവത്തെ മറക്കല്ലേ. കർത്താവിനെ മറന്നൊരു ജീവിതം വേണ്ട. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ജോലിക്ക് വേണ്ടിയല്ലേ ഈ രാജ്യത്ത് വന്നത്, കുടുംബം പുലർത്താനല്ലേ ഈ രാജ്യത്ത് വന്നത്. ഇതൊക്കെ സത്യമാ, പക്ഷെ ഇതൊക്കെ താൽക്കാലികമാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അധികം താൽക്കാലികമായി നടക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യ സംഭവം നിങ്ങളെ ഞാൻ ഓർപ്പിക്കുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും, കള്ളൻ വരുന്നത് പോലെ ഈ ഭൂമിയെ ന്യായം വിധിക്കുവാൻ നീതിയുള്ള ന്യായാധിപതിയായ ദൈവം ഈ ഭൂമിയിൽ കടന്നു വരാൻ പോകുക. ഹല്ലേലൂയ. ആ ഡേറ്റ് മാറത്തില്ല, ആ സമയം മാറത്തില്ല. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. രക്ഷയാണ് ഏറ്റവും വലിയ ഭാഗ്യം. യേശുക്രിസ്തു ഉള്ളിലുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് വേണ്ടി എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോണം. നിങ്ങളുടെ ഒരു എളിയ സഹോദരൻ എന്നുള്ളതിൽ ഒരു ദൈവപ്രത്യം എന്നുള്ള പറയുക, കർത്താവിന് വേണ്ടി എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമോ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഓടിയതും ഈ ലോകത്തിൽ അധ്വാനിച്ചതൊന്നും അവിടെ കൗണ്ട് ചെയ്യത്തില്ല. അവിടെ കൗണ്ട് ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിന് വേണ്ടി നമ്മൾ എങ്ങനെ നിന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ്റെ പ്രവൃത്തി അവനെ പിന്തുടരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇന്ന് പകൽ ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു 2.5 മണിക്കൂർ ഈ ഹോളിൽ ചെലവഴിക്കുന്നതിനുള്ള പ്രതിഫലം അന്ന് അറിയാൻ പോന്നേ. ഹല്ലേലൂയ. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്നറിയും. ലോകം വെറുത്തോർ. സഹോദരന്മാരോട് ഞാൻ ഒരു കാര്യം പറയാം, യൂണിഫോം പോലും മാറ്റാതെ ജോലിയിൽ നിന്ന് നേരിട്ട് യോഗത്തിന് വന്നതിൻ്റെ പ്രതിഫലം നമ്മൾ അന്ന് അറിയാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിച്ചതും ദൈവത്തിന് വേണ്ടി സമയം വേർതിരിച്ചതും ഒരു തുള്ളി കണ്ണുനീര് ചെലവഴിച്ചതും അവിടെയാ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇവിടുത്തെ ഓരോ ഓവർ ടൈമും അവിടെ കൗണ്ട് ചെയ്യില്ല. ഇവിടെ ഒരു കമ്പനിക്ക് വേണ്ടി അധ്വാനിച്ചതൊന്നും അവിടെ കൗണ്ട് ചെയ്യില്ല. അതിൻ്റെ 1 മിനിറ്റ് പോലും അവിടെ കൗണ്ട് ചെയ്യില്ല. കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ചതാണ് അവിടെ വിലമതിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഭക്തൻ പാടുന്നത്, ഈ ലോകത്തിൽ നമ്മൾ നേടിയതല്ല, വരുവാനുള്ള ലോകത്തിന് വേണ്ടി കരുതുന്ന ഒരു തലമുറയായി ഈ തലമുറയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ തീർക്കട്ടെ. ഇവിടെ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലം അന്ന് അവിടെ പ്രാപിക്കാൻ പോകുന്നത്. ഇവിടെ പാസ്റ്റർ കണ്ടു കാണത്തില്ല, വിശ്വാസി കണ്ടു കാണത്തില്ല, നീ കരഞ്ഞതാരും കണ്ടു കാണത്തില്ല, നീ നെടുവീർപ്പിട്ടതാരും കണ്ടു കാണത്തില്ല, നിന്റെ ഹൃദയത്തിൽ നീ ഞരങ്ങിയത് ആരും കണ്ടു കാണത്തില്ല. പക്ഷെ സ്വർഗം അതിന് വിലമതിക്കാൻ തുടങ്ങുന്നത് ആ ദിവസമായിരിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി രക്തത്താൽ ജയമെടുക്കുക. ഹല്ലേലൂയ. ഒരു സഹോദരനെ ഡ്രോപ്പ് ചെയ്തത് അല്ലെങ്കിൽ വീട്ടിൽ വിട്ടതൊക്കെ ഇവിടെ ആരും കൗണ്ട് ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനത് മറന്നു പോകും. അടുത്ത വർഷം ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാനത് ഓർക്കത്തില്ല, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കത്തില്ല. പക്ഷെ ഇതെല്ലാം കുറിച്ച് വെക്കുന്നൊരു കണക്കുണ്ട്. ഹല്ലേലൂയ. കണക്ക് തീർക്കുന്നൊരു നാളിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചത്, ഓടിയത്, അധ്വാനിച്ചത്, പ്രവർത്തിച്ചത്, ദൈവം ചെലവഴിച്ചത്, സാമ്പത്തികമായി കൊടുത്തത്, പ്രാർത്ഥിച്ചത്, കരഞ്ഞത്, ഉപവസിച്ചത്, കുടലുണക്കിയത്, ദൈവത്തിന് വേണ്ടി സമാധിച്ചത്, അതെല്ലാം സ്വർഗം അവിടെ എന്ത് ചെയ്യാൻ പോകുകയാ?
രക്തത്താൽ ജയമെടുക്കുക. നിങ്ങൾക്ക് സന്തോഷമുണ്ട്. മൂന്നാം സ്വർഗത്തിലേക്ക് നമ്മൾ എടുക്കപ്പെടാൻ തുടങ്ങിയ അതാ സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ദൈവത്തിന് സ്തോത്രം. എതിർ ക്രിസ്തു ഈ ഭൂമിയെ അടക്കി ഭരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കർത്താവിനോട് ചേർന്ന് മൂന്നാം സ്വർഗത്തിൽ സഭയായിരിക്കും. വിശുദ്ധന്മാർ, പഴയ നിയമ വിശുദ്ധന്മാർ അവിടെയുണ്ട്, പുതിയ നിയമ വിശുദ്ധന്മാർ അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദം, കാഹളനാദം ധ്വനിക്കുമ്പോൾ നമ്മളെല്ലാവരും രൂപാന്തരപ്പെട്ട് പുനരുദ്ധാന ശരീരം പ്രാപിച്ച്, ദൈവത്തിന് സ്തോത്രം, രോഗമില്ലാത്തൊരു ശരീരം, നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? മരണമില്ലാത്തൊരു ശരീരം, വേദനയില്ലാത്തൊരു ശരീരം നമ്മൾ ആത്മാവിൽ പ്രാപിച്ച് ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം. രോഗികളായി ഇന്ന് രാവിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്തോണം. ഇത് മാറും, ഈ അവസ്ഥ മാറും, ഈ വേദന മാറും, ഈ ഞരക്കം മാറും, ഈ നിന്ന മാറും. ദൈവത്തിന് സ്തോത്രം. ദൈവം ജഡത്തിൽ തന്ന ശൂലങ്ങൾ മാറും. അവിടെ ഒരു ശൂലം കാണത്തില്ല. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഒരു ദൈവ പൈതൽ രൂപാന്തരപ്പെടും. എപ്പോഴും ശ്രദ്ധിച്ചോണം, എല്ലാവർക്കും അവിടെ ഒരു തേജസ് ആയിരിക്കത്തില്ല. എന്നിട്ട് പൗലോസ് കൊരിന്ത്യ ലേഖനം 13 അധ്യായത്തിൽ പറയാ, ശ്രദ്ധിക്കണം, നിങ്ങളതൊക്കെ വീട്ടിൽ പോയി വായിക്കണം. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളും തമ്മിൽ ഭേദമുണ്ടല്ലോ, വ്യത്യാസമുണ്ടല്ലോ. നിങ്ങളുടെ ശരീരങ്ങളും അങ്ങനെ തന്നെയാകും. ഇവിടെ അനുഭവിച്ച വേദനയ്ക്കും, ഇവിടെ അനുഭവിച്ച ത്യാഗത്തിനും, ഇവിടെ സഹിച്ച കണ്ണുനീരിനും വില അവിടെ ആയിരിക്കും. പ്രിയരോട്, ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ഇവിടെ സഹിച്ച ത്യാഗത്തിനനുസരിച്ച അവിടെ തേജസ് വർദ്ധിക്കുന്നത്. ഇവിടെ നീ കരഞ്ഞ കണ്ണുനീരിന സ്വർഗ്ഗം അവിടെ വില മതിക്കുന്നത്. ഇവിടെ നീ ദൈവനാമത്തിനു വേണ്ടി അനുഭവിച്ച വ്യഥകൾക്കായിരിക്കും അവിടെ നീ ചിലത് പ്രാപിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും തേജസ് പ്രാപിച്ച ആളെ കാണുമ്പോൾ ഓർത്തോണം, അതിൻ്റെ പിന്നിൽ ഒരു വില കൊടുത്തിട്ടുണ്ട്. There is a price paid behind that. 7 വർഷം സ്വർഗത്തിലായിരിക്കും. പിന്നെ എവിടെ നമ്മൾ പോകുന്നത്? 7 വർഷം കഴിഞ്ഞ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. എല്ലാവരും ഇവിടെ ഉണ്ടോ? സന്തോഷമായിരിക്കുകയാണോ? ഞാൻ വായിച്ച വാക്യത്തിൽ ഒന്നും പറഞ്ഞില്ല, അടുത്ത ആഴ്ച പറയാം. അല്ല, എന്താ മാർഗം? ഇപ്പം ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ കൊണ്ടുപോവാ. സ്തോത്രം. 7 വർഷം കഴിഞ്ഞ് എവിടെ പോകുന്നേ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നിങ്ങളിവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കുക. അറിവ് ടെസ്റ്റ് ചെയ്യുകയല്ല, ഒരിക്കലും അറിവ് ടെസ്റ്റ് ചെയ്യല്ല. അവിടെ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ മറഞ്ഞിരിക്കുക. അത് റെസ്റ്റിംഗ് പീരീഡാണ്. അവിടെ ആരാധനയൊന്നുമല്ല, വിശ്രമകാലമാണ്. 7 വർഷം എന്താണ്? ആ തേജസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? വിശ്രമിക്കുക. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കും. സ്തോത്രം. എതിർ ക്രിസ്തുവിനെ ന്യായം വിധിക്കാൻ, ഭൂമിയെ നീതിയോടെ ഭരിക്കാൻ ഒരു രാജാവ് ഈ ഭൂമിയിലേക്ക് വരികയാണ്. 1000 വർഷം യെരൂശലേം തലസ്ഥാനമാക്കി ഒരു ലോക ഗവൺമെൻറ് യേശു ക്രിസ്തുവിൻ്റെ കീഴിൽ ഈ ലോകത്തെ ഭരിക്കാൻ പോകുകയാണ്. അന്ന് തൻ്റെ ഭക്തന്മാർ ദൈവത്തോടു കൂടി ഈ ഭൂമിയെ വിധിക്കും, ഭരിക്കും. ഹല്ലേലൂയ. പിന്നീട് 1000 വർഷം നമ്മൾ എവിടെ ആയിരിക്കും? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ 1000 വർഷമൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന്? ഒരു ആവേശവും ഇല്ല. ഇനി എന്തോ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഇപ്പം തന്നെ പകുതി കഴിഞ്ഞു, ഇനിയും കുറച്ചും കൂടെ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ആയുസിൻ്റെ പകുതി ഇപ്പം തന്നെ എന്നേക്കാൾ കഴിഞ്ഞവരാണ് ഇവിടെ ഉള്ള കുറച്ച് പേരെങ്കിലും. ഇനി അധികമൊന്നും നമുക്കില്ല. പക്ഷെ 1000 വർഷം മരണമില്ലാതെ, ഒരു ഹോസ്പിറ്റലിൽ പോകാതെ, കണ്ണുനീരില്ലാതെ ഈ ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? അതിനകത്ത് കാണണം. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിനാ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശം പേർ വിളിക്കും നേരം കാണുമെൻ പേരും പ്രത്യാശയോടെ പേർ വിളിക്കും നേരം കാണും.
പാട്ടൊക്കെ പാടുമ്പോൾ ഒരു പ്രത്യാശയുണ്ടോ? നമ്മുടെ പേരവിടെ വിളിക്കും, ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം. ഹല്ലേലൂയ. നമ്മളെ ആർക്ക് സഹായിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മളെ ആർക്ക് രക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. നീതിയുള്ള ന്യായാധിപനായ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കാൻ പോകുകയാ. പക്ഷെ അതിന് ശേഷം 1000 ആണ്ട് ഈ ഭൂമിയെ ദൈവം ഭരിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. യെരൂശലേം കേന്ദ്രമാക്കി ഒരു വലിയ ഗവൺമെന്റ് ഈ ലോകത്ത് അധികം വൈകാതെ വരാൻ പോകുക. യേശു ക്രിസ്തു ഈ ഭൂമിയെ അടക്കി ഭരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശുദ്ധന്മാർ കർത്താവിനോട് കൂടെ ഈ ഭൂമി എന്ത് ചെയ്യും? ഭരിക്കും. ഈ 1000 ആണ്ട് കഴിയുമ്പം എന്ത് സംഭവിക്കും? ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കും. ദൈവത്തിന് സ്തോത്രം. ആ ന്യായവിധിക്ക് ശേഷമാണ് പുതിയ യെരൂശലേം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്ന പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമായ പട്ടണമെന്ന് നമ്മൾ പാടുന്ന ആ പട്ടണം സ്വർഗത്തിൽ നിന്ന് കാന്തയായ മണവാട്ടിയായി ഇറങ്ങി വരുന്നു. ആ പട്ടണത്തിന് വിളക്കില്ല, കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ് എന്ന് പറയുന്ന ദൈവത്തിന് സ്തോത്രം. ആ ഏറ്റവും ശ്രേഷ്ഠമായ പട്ടണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. പിന്നെ കോടാനുകോടി യുഗം നമ്മൾ ദൈവത്തോടു കൂടെ ആ പട്ടണത്തിൽ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ചോദിക്കട്ടെ, ബോറടിക്കുവോ? കോടാനുകോടി യുഗം കർത്താവിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാ? പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടോ? ഇതാ പ്രക്രിയ എന്ന് പറയുന്നത്. ഇതാ വാഗ്ദത്ത കനാനിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ഈ വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ ഒറ്റ കാര്യം, ഹൃദയം കൊണ്ട് യേശു ക്രിസ്തു ദൈവമെന്ന് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ വചനം നൽകുന്ന പ്രമാണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റ് വചനപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന പ്രത്യാശയാണ്. ഇത്ര സിമ്പിളായിട്ടൊരു കാര്യം കിട്ടുമോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? രക്ഷ സൗജന്യമാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം, ആ നിത്യതയിൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും കാണാതിരിക്കരുത്. ഇവിടുത്തെ പാർപ്പിടം വഴിയമ്പലമാണ്. ഇവിടുത്തേതെല്ലാം അവസാനിക്കും. പക്ഷെ വരാൻ പോകുന്ന നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? എനിക്കൊരു മണിക്കൂറൂടെ പ്രസംഗിക്കാൻ ആവേശമുണ്ട്. പക്ഷെ യൂത്ത് മീറ്റിംഗ് ഉണ്ട്, സാക്ഷ്യമുണ്ട്, ജോസ് പാസ്റ്റർ പെട്ടെന്ന് ഇന്ന് വരും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മുമ്പിലുള്ളതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രസംഗിക്കാം അല്ലേ? സന്തോഷമാണോ? ഹല്ലേലൂയ.